അങ്ങനെ അന്നാണ് ഞാനും അനന്തവും മീറ്റ് ചെയ്യണത്. അപ്പം എൻ്റെ വിചാരം അനന്തൂന് എന്തെങ്കിലും അറിയാം, അനന്തൂനെ ഒന്ന് പഠിച്ചെടുക്കാം. അപ്പം അനന്ത് വിചാരിച്ച റേസിന് എന്തെങ്കിലും പഠിച്ചെടുക്കാം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ മനസ്സിലായി, ഓക്കെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല അതായത് ഒന്നും അറിയില്ല, ഇവരുടെങ്കിലും ഒന്നുമില്ല അവര് പറഞ്ഞ പോലെ. അയ്യോ എന്നോടൊന്നും ചോദിക്കില്ല, എന്നിൽ ഔഷധ ഗുണമില്ല, ആ ഒരു സാധനമായിരുന്നു. അങ്ങനെ ഞങ്ങള് അമലേട്ടൻ, അമൽ നന്ദിയത് എന്ന് പറഞ്ഞിട്ട് അഖിൽ ജോർജിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള അമലേട്ടനെ അന്നാ പടത്തിൻ്റെ അസോസിയേറ്റ്, അതുകൂടാതെ ബിജു PC തിരുവനന്തപുരത്തൊരു ഗാഫർ, പ്രമുഖനായിട്ടുള്ള ഗാഫർ തന്നെ, അത്യാവശ്യം നല്ല ഇവരാർന്ന് ഞങ്ങളെ ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ ഇതേപോലെ ഒരു പർട്ടിക്കുലർ സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് പോയിട്ട് ഒരു കാര്യം ചെയ്യും, ക്വാർട്ടർ 85 എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അടിയിലേക്ക് നോക്കിയിട്ട് ആ സ്റ്റൂളായിരിക്കും, ആരുടെ കാലിൻ്റെ സ്റ്റൂളായിരിക്കും. അപ്പോൾ ഇത് കൂടെ കൊടുത്തിട്ട് പറഞ്ഞ് എന്ത് വിട്ട് ക്വാർട്ടർ 85 ഒന്നും നോക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷൗട്ടാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എന്നോട് ഒരൊറ്റ കാര്യം ചോദിച്ചോളൂ, നീ ഒരു കാര്യം ചെയ്തു, നിനക്കറിയാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ റോപ്പ്, കയറ്, കപ്പി, അതുപോലെ തന്നെ ഈ ജെൽ പേപ്പർ. അത് ജെൽ പേപ്പർ മീൻസ് നമ്മളെ കളർ പേപ്പേഴ്സ് ഇല്ലേ, പച്ച, മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്. എനിക്കറിയണമെന്ന് പേപ്പർ ഇത് മാത്രമുള്ള കാര്യം. ഞാൻ പഠിച്ച അക്കാഡമിയിൽ സാറുമാർ പറയുന്ന ഒരു കാര്യം ചെയ്യും, ആ മഞ്ഞ പേപ്പർ ഇട്ടിട്ട് ലൈറ്റ് വെക്ക്, ഒരു കാര്യം ചെയ്യും, ബാക്കിൽ നിന്ന് ഒരു നീല പേപ്പർ ഇട്, അല്ലെങ്കിൽ ആ വിൻഡോക്കൊക്കെ പച്ചയും ചുവപ്പൊക്കെ അടിക്കും. എനിക്കിതറിയുള്ളൂ, ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചാൽ എനിക്കിതറിയുള്ളൂ.